എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ന്യൂ ഇയർ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് അത്ര അടിപൊളിയല്ലായിരുന്നു. എൻ്റെ ബർത്ത്ഡേക്ക്, അതായത് ഡിസംബർ 31 പിടിച്ച പനിയാണ്. ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. ഒരു 10 മിനിറ്റ് നേരെ ചൊവ്വ എനിക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നന്നായിട്ട് വേദനിക്കാൻ തുടങ്ങും. നല്ല ചൂടും നല്ല ക്ഷീണമുണ്ട്. സ്റ്റിൽ എന്തായാലും വീഡിയോ ഇടാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എടുത്ത് തന്നെ പൊങ്കാലിടുമെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ്. സോ നമ്മുടെ പേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സൗണ്ടിന് ചെറിയ പ്രശ്നം കാണും, അതൊന്നും കാര്യമാക്കണ്ട. ഈ പയ്യൊന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ആ പഴയ ഉഷാറോടെ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഷാജിയൊക്കെ 2079 നമുക്ക് സൂപ്പർ താങ്ക്സ് ചെയ്തിരുന്നു. സോ താങ്ക് യു ഫോർ ദ സൂപ്പർ താങ്ക്സ് ആൻഡ് ബ്രോഡ് റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ സീരീസ്, അതായത് TBA എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആകണമെന്നായിരുന്നു. അതെന്തായാലും നടക്കാൻ പോകുന്നുണ്ട് ബ്രോ. കുറച്ചുകൂടെ എപ്പിസോഡ് മാത്രമല്ല, കൂടിപ്പോയ ഒരു 10-15 എപ്പിസോഡ് കൂടി നമ്മൾ ദി ബിഗിനിങ് ഓഫ് ദി എൻഡ് ഒഫീഷ്യലി കോട്ടപ്പ് ആകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സീരീസ് എൻ്റെ ആയതിനു ശേഷം നമ്മൾ ഏതെങ്കിലും പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ലുക്കിസം, നാനോ മെഷീൻ, ഇങ്ങനത്തെ സീരീസൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്. ലുക്കിസം അധികാരമൊന്നും സർവേ ചെയ്യുമെന്ന് തോന്നുന്നില്ല. സോ ലുക്കിസം ഒരു ട്രയൽ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദി ബിഗിനിങ് ഓഫ് ദി എൻഡിന്റെ സീസൺ 5 എപ്പിസോഡ് 12 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ക്യാപ്റ്റൻ അവളുടെ ടീമിനാണ് കാണാൻ സാധിക്കുന്നത്. അവരെല്ലാവരും കൂടെ ആ ഒരു ഭയാനകമായ കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഉൾറിക്, ഒരു കാര്യം ചെയ്യ്, 4 മിന്നുമായിട്ട് നീ ആ സ്ഥലത്തേക്ക് പോകും. അവിടെ വേണം നീ സ്കൗട്ട് ചെയ്യാനായിട്ട്. ബിറിയറും ബാക്കിയുള്ളവരും എൻ്റെ കൂടെ വരട്ടെ. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരു വേസ്റ്റ് ഓഫ് ടൈമാണ്. കുറച്ചുകൂടെ പ്രിപ്പയർ ആണായിരുന്നു നെക്സ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷന് വേണ്ടി. ആ പയ്യനെ കാണാതായെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് ഇവിടെ, അത് യുദ്ധത്തിൻ്റെ ഇടക്ക് ഇവിടെ ഒന്ന് അന്വേഷിക്കുന്നത്? ഗ്ലോറിയും ബാക്കിയുള്ളവരും ആ ഫോഴ്സുമായിട്ട് റിട്രീവ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായത് ആ ലാൻസിന്റെ ഇൻസ്ട്രക്ഷൻ കാരണമാണെന്നാണ്. നേരത്തെ മനുഷ്യരെ എൽസുള്ള യുദ്ധത്തിൻ്റെ ഇടക്ക് ഞാനായിരുന്നു അവരെ നയിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു കൂട്ടത്തിൻ്റെ കോടതിയും എൽസിനെ എൻ്റെ കൈകൊണ്ട് മരണപ്പെടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഓർക്കാൻ നിർത്ത് എനിക്കെടുത്ത് നാണക്കേടാണ് എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഈ സമയത്താണ് പെട്ടെന്ന് അവനൊരു സൗണ്ട് കേൾക്കുന്നത്. അല്ല, യാലക്രേൻസ് ഇവരെന്തിനാണ് ഫോൾ ബാക്ക് ചെയ്യുന്നത്? ഗ്ലോറി പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നാലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷേ ആ പയ്യൻ അവനെൻ്റെ ലാൻസ് പതിവായിട്ട് എന്താണ് ചെയ്തു കൂട്ടിയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ക്യാപ്റ്റൻ ദേ ഇവിടെ നോക്കിയേ. എന്നിട്ട് അവനായിട്ട് ഒരു വടി എടുത്തിട്ട് അതിലേക്ക് മുക്കുന്നുണ്ട്. അതായിട്ട് ഒരു പോയിസൺ പോലെ ആയിരുന്നു. പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം അവൻ തൊട്ട ആ ഒരു മരം തന്നെ പിഴുത് നേരെ താഴത്തേക്ക് വീണിട്ടുണ്ട്. ആ ഒരു കാഴ്ച അവർ ശരിക്കും ഭയപ്പെടുത്തി. കാര്യം അവരുടെ തൊട്ട് മുമ്പിലേക്ക് ഈ ഒരു ലിക്വിഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് പെട്ടെന്ന് അവൻ ആ ഉൾറിക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഉള്ളിക്കാട്ട ഉച്ചത്തി നിലവിളിക്കുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ഈ ഫോഗ് ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ആ ഒരു എക്സ്പ്ലോഷൻ കാരണമാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കൊന്നും തെളിച്ച് കാണാനും സാധിക്കുന്നില്ല. പെട്ടെന്നായിരുന്നു അവൻ താഴത്തേക്ക് വീഴാൻ പോയപ്പോൾ അവൻ്റെ കൂടെയുള്ളൊരു മെൻ അവനെ പിടിച്ചു വലിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ത്വരിതനായിട്ട് തൻ്റെ വിൻ പവർക്ക് യൂസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ഫോഗൊക്കെ അവിടുന്ന് മായ്ക്കുന്നുണ്ട്. അവളാണ് ആ ഒരു ഭയാനകമായ കാഴ്ച അവർ കാണുന്നത്. ആ ഒരു റിട്ടൈനറിൻ്റെ ശവത്തിനെ. ഇതെന്താന്ന് പോലും മനസ്സിലാകുന്നില്ലല്ലോ. ഇതേ സമയം മറ്റൊരു സൈഡിൽ നമ്മുടെ ഉൾറിക്കിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാളെ കാണാനും ഇല്ലല്ലോ. അതുമാത്രമല്ല, അത് ലാൻസ് അല്ലേ? അവൻ ആ ക്രീച്ചറായിട്ട് ഫൈറ്റ് ചെയ്തതാണോ? ഉള്ളിലേക്ക് ഇവിടേക്ക് വന്നതല്ലെങ്കിൽ അവിടെ ഈ ഒരു ഡാമേജ് ചിലപ്പോൾ ആ പയ്യൻ മരിച്ചു കാണുമായിരിക്കും. ഞാൻ ആ ലാൻസിൻ്റെ ശരീരം തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും വലിയൊരു റിവാർഡ് തന്നെ കിട്ടുമായിരിക്കും. ഗൈസ്, എത്രയും പെട്ടെന്ന് ജനറലിൻ്റെ ബോഡി നമുക്ക് റിട്രീറ്റ് ചെയ്യാനായിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ആ കുട്ടത്തി ഒരു നേരെ താഴത്തേക്ക് ചാടി അവനോട്ടെ അവിടെ കൂടെ ഓടുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഉള്ളിലേക്ക് പറയുകയും ചെയ്യും, ഇല്ല അത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുതെന്ന് പറയുന്ന അടുത്ത സെക്കൻഡിലാണ് അവൻ്റെ കൂട്ടത്തിലുള്ള ആ ഒരു സോൾജറിൻ്റെ കാല് രണ്ടായിട്ട് അരിഞ്ഞു പോയത്. എന്നിട്ട് ആ റിട്ടൈനറിൻ്റെ ശരീരത്തിൽ നിന്ന് കുറേയധികം വള്ളികൾ വന്ന് അവനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പതുക്കെ വലിച്ച് അടുപ്പിക്കുകയും അവിടെ ഉണ്ടായിരുന്ന അവളുടെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. എന്നിട്ട് ആ ലിക്വിഡിലായിട്ട് അവൻ്റെ ശരീരം ഇട്ടുകൊണ്ട് വളരെ ക്രൂവലായിട്ടും ബ്രൂട്ടലായിട്ടും ആ ഒരു സോൾജർ മരിച്ചു പോകുവാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ചുപോയി. ഉള്ളിലൊക്കെ പറയുന്നുണ്ട്, ആ ഒരു മോൺസിൻ്റെ അടുത്തേക്ക് പോകരുത്. ജനറൽ പറഞ്ഞു വെച്ച് നോക്കാൻ നേരത്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ അറ്റാക്ക് ചെയ്യത്തില്ല. ഉൾറിക്, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒരു റിപ്പോർട്ട് എനിക്ക് മര്യാദക്കതാ. അതിപ്പോഴും ജീവനോടെ തന്നെയുണ്ടോ? അപ്പോഴാണ് ആർത്തർ പറയുന്നത്, ഇല്ല, അത് ജീവനോടെ ഇല്ല. നിനക്കിത് എന്തെങ്കിലും പങ്കുണ്ടോ? ആ റിട്ടൈനറിൻ്റെ മരണത്തിലാണെങ്കിൽ ഉണ്ട്, നിന്റെ സോൾജേഴ്സിൻ്റെ മരണത്തിലാണെങ്കിൽ ഇല്ല. അത് സത്യം പറഞ്ഞ ഒരു ഓട്ടോമാറ്റിക് ഡിഫൻസ് ബെല്ലാണ്. അത് അടുത്തേക്ക് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആകും, അത് മരിച്ചെങ്കിൽ കൂടിയും. ഇവൻ ഇത്ര ധൈര്യം കൊണ്ടിട്ടാണ് ഇവൻ എന്നെ ഒരു ഫൂളാക്കാൻ നോക്കുവാണോ? നീ എന്താണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാത്തത്? ഞങ്ങൾ വാൺ പോലും ചെയ്തില്ലല്ലോ.
ആ അത് കൊള്ളാം. ഞാനെന്താ ഇവിടെ പ്രിക്കോഷൻ സൈനുമായിട്ടിരിക്കണോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞിരുന്നു എൻ്റെ കോൺഷ്യസ് പോകുന്നതിന് മുമ്പ് തന്നെ. ജനറൽ ആർത്തർ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് താങ്കൾ കൃത്യമായ ഉത്തരം വേണം പറയാൻ, അല്ലാതെ മറ്റു കാര്യങ്ങളല്ല ഞാൻ ചോദിക്കുന്നത്. എന്തായാലും കൗൺസിലിലേക്ക് താങ്കളെ കൊണ്ടുപോയിട്ട് ഫർദറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. കൗൺസിലിലേക്ക് ഞാൻ തന്നെ പൊക്കോളാം, പക്ഷേ അതിനു മുമ്പ് എനിക്ക് പല കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ട്. ഇത് കേട്ടപ്പോൾ ഉള്ളിക്കിന് ശരിക്കും ദേഷ്യം വന്നു. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അവൻ താഴത്തേക്ക് ചാടി. മറ്റു കാര്യങ്ങളോ? മറ്റെന്ത് കാര്യങ്ങളാണ്? ഇതിലും വലിയ എന്ത് കാര്യമാണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിമീസിൻ്റെ ലീഡേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളും ഇവിടെ കോൺഫ്ലിക്റ്റ് നടക്കാൻ നിർത്ത്, താങ്കൾക്ക് മറ്റു കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ നിർത്ത്. ആ റിട്ടേണിൻ്റെ ശരീരം അവനെ പിടിക്കാനായിട്ട് നോക്കും. പക്ഷേ ക്യാപ്റ്റൻ നൗളിയറാട്ടെ തൻ്റെ സോഡ് യൂസ് ചെയ്ത് അതെല്ലാം പൊട്ടിച്ച് കളഞ്ഞിട്ട് വീണ്ടും ആർത്തൻ്റെ നേരെ ചാടി വരും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ലാൻസ്, നീ ലാൻസ് ആയിരിക്കും, പക്ഷേ കൗൺസിലിൻ്റെ ഫ്രണ്ടി നീ വെറും ഒരു കാള് മാത്രമാണ്. നീ മര്യാദക്ക് അവിടേക്ക് വരണം. ഞാൻ നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴാണ് സിൽവി പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് ആ ഒരു കാര്യം പറഞ്ഞത്. നീ ഇനി ഒരടിയെടുത്ത് മുന്നിലേക്ക് വെച്ചാൽ ഞാൻ നിന്റെ തലയെടുക്കുന്നതായിരിക്കും. ഇത് കേട്ടപ്പോൾ അവൻ ഞെട്ടി. അവൻ മാത്രമല്ല, ഉൾറിക്കും ബാക്കിയുള്ള എല്ലാ സോൾജേഴ്സും ഞെട്ടി. അത് സംസാരിക്കുമോ? മതി എന്ന് പറഞ്ഞിട്ട് പതുക്കെ ആർത്തർ എഴുന്നേക്കും. എന്നിട്ട് താഴത്തേക്ക് വരിക സിൽവി മുകളിലേക്ക് പറക്കുകയും ചെയ്യും. നടന്ന് ക്യാപ്റ്റൻ അവളിൻ്റെ തൊട്ടു സൈഡിൽ കൂടെ നമ്മുടെ ആർത്തർ നടന്നു പോകും. പക്ഷേ അദ്ദേഹത്തിന് ഒന്ന് അനങ്ങാൻ പോലും സാധിച്ചില്ല. കംപ്ലീറ്റ്ലി പുള്ളിക്കാരൻ സ്റ്റക്കായി പോയിരുന്നു. ആർത്തർ അതൊന്നും മൈൻഡാതെ മുന്നിലേക്ക് നടന്നു. റിട്ടൈനറിൻ്റെ ആ ഒരു സ്പെല്ല് ആർത്തറിൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിലും ആ ആബ്സലൂട്ട് സീറോ എന്നുള്ള പവർ കാരണം തന്നെ ആർത്തറിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് അതെല്ലാം ഡിസ്ട്രോ ആയി പോയിക്കൊണ്ടിരുന്നു. ആർത്തർ മുന്നിലേക്ക് നടന്ന് ചെറിയൊരു സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്തു റിട്ടൈനറിൻ്റെ ശരീരത്തിലേക്ക് എത്തി. എന്നിട്ട് തൊട്ടടുത്തെത്തിയതിനു ശേഷം അവൻ്റെ ആ ഒരു സോഡുണ്ടല്ലോ അത് വലിച്ചൂരിയെടുത്തിട്ട് പറയുകയും ചെയ്യും, ക്യാപ്റ്റൻ ഗ്ലോറിനെയോ അല്ലെങ്കിൽ അത്രയും തന്നെ കേപ്പബിളായുള്ള ആരെങ്കിലും ഇവിടേക്ക് കൊണ്ടുപോവാ. റിട്ടൈനറിൻ്റെ ശരീരം കൗൺസിലിലേക്ക് എത്തിക്കാനുണ്ട്. എനിക്ക് മറ്റു കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുമുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ ഔഡിയറാട്ടെ ശരിക്കും സ്റ്റക്കായിരുന്നു. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ മുട്ടുകുത്തി നിലത്തിരുന്നിട്ട് പറയും ചെയ്യും, യെസ് ജനറൽ, എനിക്കത് മനസ്സിലായി. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ആർത്തർ അവിടുന്ന് പറന്ന് പോകുന്നതാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിക്കോനെയും അതേപോലെ ഗിരേനെയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നമ്മളിതിനകത്ത് സെലക്ട് ആയോ? പിന്നെ അല്ലാതെ എനിക്ക് സെല്ലിലേക്കും നിന്നെപ്പറ്റി മാത്രമേ ഡൗട്ട് ഉണ്ടായിരുന്നു ഗ്രേ. നിനക്ക് എങ്ങാനും കിട്ടിയില്ലായിരുന്നെങ്കിൽ. അല്ല സെല്ലില്ല, നീ എന്തിനാണ് ക്രൈ ചെയ്യുന്നത്? ഞാൻ കരഞ്ഞൊന്നുമല്ല, എൻ്റെ കണ്ണി ചെറുതായിട്ട് പൊടി പോയതാണ്. കൺഗ്രാജുലേഷൻസ് 3. ഹെഡ് മാസ്റ്റർ താങ്കളോ? എനിക്കെന്തായാലും ആ ലെറ്റേഴ്സൊക്കെ ഒന്ന് ഫ്രെയിം ചെയ്ത് വെക്കണം. പിന്നെയെന്ന് പറഞ്ഞിട്ട് അവരവിടെ കളിക്കുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് അവരെ 3 പേരും വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്യും. ഹെഡ് മാസ്റ്റർ, ഇത് ശരിക്കും വേണോ? എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഓർഫനേജിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള സ്റ്റുഡൻസിനൊക്കെ രക്ഷിക്കാനും. നിൽക്കുകയും ശരിയല്ലോ, എന്തായാലും പൊക്കോട്ടെ. താങ്കൾ എന്തായാലും ഓൾഡായി വരുമല്ലേ? ചെറുക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഗ്രയുടെ തല നോക്കി ഉറങ്ങി കൊടുത്തിട്ട് പറയുകയും ചെയ്യും, നിങ്ങളെല്ലാവരും എന്തായാലും അക്കാഡമിയിലേക്ക് പോകാൻ പോകുവാണ്. നീ പോയില്ലെങ്കിൽ നിന്നെ വലിച്ചുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് എഴുന്നേക്കും. കൂട്ടത്തിൽ ഏറ്റവും ട്രബിൾ മേക്കർ നീയാണ്. നിനക്കവിടെ കിട്ടിയിട്ട് നീ പോയില്ലെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമല്ലേ? എന്താ നിനക്ക് ഇവിടെ ഇനിയും സ്റ്റേ ചെയ്യണോ? അല്ല, നിൽക്കുമല്ലേ ശരിക്കും ട്രബിൾ മേക്കർ? ഞാൻ ആ കൂട്ടത്തിൽ പോകുന്നത് മാത്രമേ ഉള്ളൂ. എടാ, നീ എന്നെ ഒറ്റ കൊടുത്തല്ലേ? ഈ സമയത്ത് ഇതെല്ലാം കാണുന്ന നേരത്ത് അവൾ കിടന്ന് ചിരിക്കുകയും ചെയ്യും. ആ ടൈമിലാണ് നിക്കോ പറഞ്ഞത്, ദേ നോക്കിയേ, അവസാനം അവളും ജയിച്ചിരിക്കുന്നു. പെട്ടെന്ന് ആർത്തറും അവളും കൂടെ പരസ്പരം നോക്കി അവിടെ ഒരു ഓക്വേർഡുള്ള സൈലൻസ് ക്രിയേറ്റ് ആകുകയും ചെയ്യും. ഇതെന്തായാലും സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കുറച്ച് നാളായില്ലേ നമ്മളെല്ലാം കേക്ക് കഴിച്ചിട്ട്. ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി ഞാനൊരു കേക്ക് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അവൾ പറയും ചെയ്യും, എങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അല്ല, അപ്പം നിങ്ങളുണ്ട്, അതെന്തായാലും കേക്കല്ലേ, ഞങ്ങൾ സെറ്റാക്കാമെന്ന് പറയും ചെയ്യും. ഈ സമയത്താണ് ഗ്രേ പറഞ്ഞത്, നിക്കോ, എനിക്ക് ഈ കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല. എടാ, നീ വിഷമിക്കുന്ന വേണ്ട, സിലയിലെന്നാലും ശരിക്കും ബെറ്ററാണ്. അവളുടെ കേക്ക് അവൾ നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവളെന്നാലും ആ കേക്ക് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പോകുന്നില്ല. എടാ പൊട്ടാ, അതിനെപ്പറ്റിയല്ല, നമ്മുടെ അക്കാഡമിയിലെ എക്സ്പെൻസ്, ഹെഡ് മാസ്റ്റർ, നീ ആലോചിച്ച് നോക്കിയേ, ഇവിടെയുള്ള സ്റ്റുഡൻസ് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? മേ ബി ഞാൻ ഇവിടെ വരുന്നതിന് പകരം ആ ഒരു മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ചെല്ലുന്നില്ലേ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എനിക്ക് എൻ്റെ കീനെ പറ്റി മനസ്സിലാകുമല്ലോ. ഈ സമയത്ത് നീക്കോ ശരിക്കും ഒന്നും ഞെട്ടി. അതുമല്ല, അവർ പറഞ്ഞത് കേട്ട് വെച്ച് നോക്കാൻ നേരത്ത് അവിടെ ട്യൂഷൻ ഫീസൊക്കെ ഫ്രീ ആണ്. എടാ, നീ മണ്ടത്തിലൊന്നും കാണിച്ചെങ്കിൽ അത് എഡ്യൂക്കേഷനും കോപ്പൊന്നുമില്ല. അവിടെ ഇൻസ്ട്രക്ഷനല്ല നടക്കുന്നത്. അവിടെ മൈൻഡ്ലെസ് ആയുള്ള സോൾജേഴ്സിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫ്യൂച്ചറിലെ കിങ്ങിനെ കാൻഡിഡേറ്റ് എടുത്ത് തിരഞ്ഞെടുക്കാനായിട്ട് അവിടെ സ്റ്റുഡൻസിനെ മരണത്തിനെ തൊട്ട് വക്ക് വരെ കൊണ്ടുചെല്ലുന്നതായിരിക്കും. നീ ഒരിക്കലും അവിടേക്ക് പോകാൻ പാടില്ല. നിനക്ക് ഹെഡ് മാസ്റ്ററിനൊക്കെ റീപേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഇതിൽ സ്മാർട്ടായിരിക്കണം. നീ ഇത് ചെയ്താൽ മാത്രം പോരാ, നിനക്ക് പ്രോപ്പറായുള്ള എഡ്യൂക്കേഷനാണ് വേണ്ടത്. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ?
പെട്ടെന്ന് ഗ്രേക്ക് ചിരി വരികയും ചെയ്യും. അതുകൊള്ളാം, ഞാനില്ലെങ്കിൽ നീ ഒറ്റക്കാവെന്നുള്ള പേടിയാണല്ലേ, പിന്നെ മിണ്ടാതിരിക്കുക. വേണമെന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ട് തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് അവർ നിന്നെ തിരിച്ചിങ്ങോട്ട് തരുന്നതായിരിക്കും. പെട്ടെന്ന് നിക്കോന്റെ കഴുത്തിലേക്ക് അവൻ തന്റെ കൈ വിട്ടണ്ട് മുന്നിലേക്ക് നടന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. കുറച്ചധികം ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഗൈസ്, പക്ഷേ പനി ഒട്ടും സമ്മതിക്കുന്നില്ല. ഞാൻ നല്ല സ്ട്രെയിൻ എടുത്താണ് ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. സോ മാക്സിമം സപ്പോർട്ട് നിങ്ങൾ ഈ വീഡിയോക്ക് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചാപ്റ്ററും ഈ എപ്പിസോഡും ഞാനിവിടെ അവസാനിക്കുവാണ്.